الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا ادخلوا في السلم كافة فلا تتبعوا خطوات الشيطان إنه لكم عدو مبين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക സൃഷ്ടാവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരമാവധി മുഅ്മിനായി മുത്തഖിയായി അതോടൊപ്പം തന്നെ മുവഹിദായി സ്വർഗാവകാശിയായി ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലൊരു മുറാദായി കാത്തു സൂക്ഷിച്ച ഹജ്ജ് കർമ്മം ചെയ്ത് ഹാജിമാർ
മിനയിൽ നിന്ന് പിരിഞ്ഞുപോയി തവാഫുൽ വിദാ കൂടി ചെയ്ത് നാട്ടിലേക്ക് തിരിക്കാനുള്ള മടങ്ങാനുള്ള ഒരുക്കമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 3 ദിവസങ്ങളിലും 3 ജംറകളിലും നിശ്ചയിക്കപ്പെട്ട കല്ലുകൾ എറിയുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അരുമ സന്താനത്തിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ ദൗത്യ നിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന പിശാചിനെ ആട്ടിയോടിക്കതിന്റെ പ്രതീകമായി കൊണ്ടാണ് ഹാജിമാർ ജംറയിൽ കല്ലേറ് നടത്തുന്നത്. തുല്യതയില്ലാത്ത ത്യാഗസമ്പൂർണമായ ജീവിതം അയവിറക്കി തൽബിയത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മളും അവരോടൊപ്പം തൽബിയത്ത് തക്ബീർ മുഴക്കി പരിശുദ്ധ ഈദ് ആഘോഷിച്ചിരിക്കുന്ന സാഹചര്യം. അല്ലാഹു അക്ബർ എന്നുള്ള വചനങ്ങൾ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ വരെ ചൊല്ലേണ്ടിയിരുന്നു. ചൊല്ലിയോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് മറുപടി പറയേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് നാവ് കൊണ്ട് ചൊല്ലിയാൽ മാത്രം പോരാ, മനസ്സാന്നിധ്യത്തോടുകൂടി തഖ്വയിൽ നിന്നും ഈമാനിൽ നിന്നും നിർഗളിക്കുന്ന വചനങ്ങൾ ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഏകദൈവ സിദ്ധാന്തങ്ങളിലേക്കും തൗഹീദിലേക്കും നമ്മുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ വരച്ചു കാണിച്ച ഉസ്വത്തുൻ ഹസന പിൻപറ്റാൻ ശ്രമിക്കുമ്പോൾ അതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ഏത് കാലത്തും പിശാചാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്, മുത്തഖീങ്ങളാണ്, മുവഹിദീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുകയല്ലാതെ ഇസ്ലാമിലേക്ക് 100% കടന്നു വരണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഉദ്ഖുലൂ, നിങ്ങൾ കടന്നു വരണം, ഫിസ്സിൽമി, ദീനിലേക്ക്, കാഫ, പരിപൂർണമായും. പേര് കൊണ്ടോ, ഊര് കൊണ്ടോ, കുടുംബം കൊണ്ടോ, ആധാർ കൊണ്ടോ, പാസ്പോർട്ട് കൊണ്ടോ മാത്രം നമ്മൾ മുസ്ലിമായാൽ പോരാ. നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ ഒന്നാമൻ ആയില്ലെങ്കിലും അതിലൊരു അംഗെങ്കിലുമാകാൻ എന്ത് നമുക്കായിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നടത്താനുള്ള സാഹചര്യമുണ്ട്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫലാ തത്തബിഉ ഖുതുവാതി ശൈത്വാൻ, പിശാചിന്റെ മാർഗം നിങ്ങൾ പിന്തുടരല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സിന് ഏറ്റവും താല്പര്യമുള്ള, ആഗ്രഹമുള്ള രീതിയിൽ പിശാച് പലതും ഇവിടെ തോന്നിപ്പിക്കുന്നു, അതിന്റെ പിന്നാലെ പോകല്ലേ. ഫലാ തത്തബിഉ, പിന്നാലെ പോകല്ലേ, പിന്തുടരല്ലേ. ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ശത്രുവാണ് പിശാച്. നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ ഉണ്ടാക്കുന്നു. വെള്ളിയാഴ്ച ദിവസം പോലും നമ്മൾ സൂര്യൻ ഇരിക്കുന്ന ദിവസങ്ങളിൽ, അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ഈ ദിവസങ്ങളിൽ പോലും, അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുമ്പോൾ പോലും ശൈത്താൻ നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കിയാണ്. മനുഷ്യ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. സഹോദരങ്ങളെ, ആ ശൈത്താനെ, ആ പിശാചിനെ വർഗശത്രുവായി കൊണ്ട്, ജന്മശത്രുവായിട്ട് നിങ്ങൾ കാണണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മെ പഠിപ്പിച്ച ആദർശത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് ജീവിക്കണം നമ്മൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശം നമ്മൾ ഉൾക്കൊണ്ടോ?
ഒരു 8-10 ദിവസം ബീഫ് തിന്നാനല്ലാതെ ബലി പെരുന്നാൾ കൊണ്ട് എന്ത് ആദർശബോധമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ കാണിച്ചു തന്ന മഹിതമായിട്ടുള്ള അതുല്യമായ ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിക്കാൻ നമുക്ക് എന്താണ് സാധിച്ചത്? എല്ലാത്തിനും ഉപരി നമുക്ക് പ്രിയപ്പെട്ട, നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് താല്പര്യമുള്ള പലതും ഈ ദുനിയാവിലുണ്ട്. അതിനേക്കാൾ ഉപരി നാം എന്നും എപ്പോഴും ഏത് കാലത്തും സീസണില്ലാതെ അതിനതീതമായി ആദർശത്തെ സ്നേഹിക്കണം. വലിയ നാളുണ്ടാവും മാത്രം ആദർശം പോരല്ലോ. വലിയ നാൾ കഴിഞ്ഞാലും ചെറിയ നാളായാലും അതുപോലെ മറ്റുള്ള മാസങ്ങളായാലും ആദർശബോധം കൈവിടാതെ നമ്മൾ ജീവിക്കണം. എല്ലാത്തിലും ഉപരി വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്ത് അറിയാത്ത ആളുകൾ നമ്മുടെ മുമ്പിലില്ല. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. 8 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നു. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ ഉപ്പമാരാണോ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കളാണോ, വഇഖ്വാനുകും, നിങ്ങളുടെ കൂടപ്പിറപ്പുകളാണോ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളാണോ, വഅശീറത്തുകും, നിങ്ങളുടെ കുടുംബമാണോ, വഅംവാലിൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന, വിയർപ്പൊഴിച്ചുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തിനെയാണോ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, ആരാധന പോലും മാറ്റിവെച്ചുകൊണ്ട് ബിസിനസ്സിൽ മുഴുകി നിൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ബിസിനസിനേക്കാളും അമ്പരചുംബികളായ അഹങ്കാരത്തിന്റെയും ആഡംബരത്തിന്റെയും പ്രതീകമായി നിങ്ങൾ അന്തിയിറങ്ങുന്ന നിങ്ങളുടെ വീടിനെയാണോ, പടച്ച തമ്പുരാനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും അള്ളാഹുവേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അള്ളാന്റെ റസൂലിനേക്കാളും അള്ളാന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും അധികമായി കൊണ്ട് ഈ 8 വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളണം. പടച്ച തമ്പുരാന്റെ ശിക്ഷ നമുക്ക് നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് പറയാനാകുമോ? എന്റെ ഉപ്പയേക്കാൾ, എന്റെ മക്കളേക്കാൾ, എന്റെ ബിസിനസ്സേക്കാൾ, എന്റെ ഉള്ളിനേക്കാൾ, അതുപോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന സകല വ്യക്തികളെക്കാൾ അധികമായി ഞാൻ എന്റെ ആദർശത്തെ, അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് നമ്മിൽ എത്ര ആളുകൾക്ക്, സഹോദരങ്ങളെ, പറയാൻ കഴിയും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മകനും ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അബ്ദുള്ള യുദ്ധം ചെയ്യുന്നത് ബഹുദൈവ വിശ്വാസികൾക്കാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാളിൽ നിന്ന് ഉതിർന്ന് വരുന്നത് ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ രക്തമാണ്. മകൻ അബ്ദുള്ളയുടെ വാളിൻ തുമ്പിലൂടെ ഒലിച്ചിറങ്ങുന്നത് മുസ്ലിങ്ങളുടെ രക്തമാണ്. രണ്ടാളും കൂടി വർത്താനം പറയാ. ബാപ്പി മകനും യുദ്ധം കഴിഞ്ഞു വന്നിട്ട്, എന്റെ പൊന്നു വാപ്പ, അബ്ദുള്ള പറയുന്ന വാചകമാണ്, എന്റെ പൊന്നാര വാപ്പ, യുദ്ധത്തിന് അഭിമുഖമായി വരുമ്പോൾ ഞാനും നിങ്ങളും നേർക്കുനേരെ വന്നപ്പോൾ ഞാൻ എന്റെ വാളുകൊണ്ട് അങ്ങനെ വെട്ടുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പല തവണ ഞാൻ യുദ്ധമുഖത്തിൽ നിന്ന് മാറി നിന്നു എന്ന് അബ്ദുള്ള തന്റെ മകന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ എങ്ങാനും എന്റെ വാളിന്റെ മുമ്പിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ കഷ്ണം കഷ്ണമായി തുണ്ടമായി
വെട്ടി മാറ്റുമായിരുന്നു. സഹോദരങ്ങളെ, ഇതാണ് ആദർശബോധം. സ്വന്തം ഉപ്പയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ ദോസ്താണ്. അള്ളാഹുമായിട്ടുള്ള അടുപ്പമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് തനിക്ക് ജന്മം നൽകിയിട്ടുള്ള പിതാവിനെ നേർക്കുനേരെ കണ്ടുമുട്ടുന്നു. ഉപ്പയുടെ മുഖത്താണെങ്കിൽ പരിഭ്രാന്തിയുണ്ട്, പേടിയുണ്ട്, വെപ്രാളമുണ്ട്. എന്താ ഉപ്പാക്ക് പറ്റിയത്? നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിരുന്നില്ലേ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ബിംബ ആരാധനയും അതുപോലെ തന്നെ മറ്റുള്ള വിഗ്രഹങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് തൗഹീദിലേക്ക് വരാൻ പല തവണ ഞാൻ പറഞ്ഞില്ല. ഉപ്പ അബ്ദുള്ള ആസറിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന രംഗം ഹദീസിൽ കാണാം. എന്റെ പൊന്നാര ഉപ്പ, എത്ര തവണ ഞാൻ ബിംബങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് ആദർ പറയാ, മോനെ ഇനി ഞാൻ ആരും അല്ലാത്ത ഒരാളെ ആരാധിക്കാൻ ഞാൻ പോകൂല. പരലോകത്ത് വെച്ച് ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അള്ളാന്റെ കൂട്ടുകാരൻ ദോസ്ത് എന്ന പേരുള്ള ഇബ്രാഹിം നബി പടച്ച തമ്പുരാനോട് പറയാണ്, റബ്ബേ, എന്നെയും എന്റെ കുടുംബത്തെയും നീ നിന്ദിക്കില്ല എന്നുള്ള ഒരു വാക്ക് എനിക്ക് നീ തന്നതല്ലേ? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമുക്കറിയാം. റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. പടച്ച തമ്പുരാനെ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മത്സരയിൽ എന്നെ നിന്ദിക്കല്ലേ റബ്ബേ. അതുകൊണ്ട് എന്നെ നിന്ദിക്കില്ല എന്ന് റബ്ബേ നീ എനിക്ക് വാക്ക് തന്നതല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാളും വലിയ നിന്ദത എനിക്ക് എന്താണ് റബ്ബേ ഉള്ളത്? ഇബ്രാഹിം നബി പറഞ്ഞു നോക്കാം. ഉടനെ തന്നെ അല്ലാഹു പറയുന്നു, നീ ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. സത്യനിഷേധികളായ ആളുകൾക്ക് സ്വർഗം ഹറാമാണ്. ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വികൃതമായിട്ടുള്ള വിരൂപമായിട്ടുള്ള ഒരു മൃഗത്തിന്റെ രൂപത്തിലാക്കി നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിയുന്ന രംഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് വീമ്പളക്കിയ ഫറോവ, ആ ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന ഫറോവയുടെ പ്രിയ പത്നി ആസിയ റളിയല്ലാഹു അൻഹ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ ചെല്ലണം എന്ന് മാത്രമല്ല, ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫറോവയുടെ ഭാര്യയെ ലോകത്തുള്ള സകല വിശ്വാസികൾക്കും മാതൃകയായി ഖുർആൻ പറഞ്ഞു. സ്വന്തം ഭർത്താവിനേക്കാൾ അല്ലാഹനെ ഇഷ്ടപ്പെട്ടു, അള്ളാന്റെ ആദർശത്തെ ഇഷ്ടപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മുടെ സമ്പത്തില്ലേ, നമ്മുടെ ബിസിനസ്സില്ലേ, നമ്മുടെ സമ്പാദ്യമില്ലേ, ഇതിനേക്കാൾ ഉപരി റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം, ആദർശത്തെ സ്നേഹിക്കണം. ബൈറുഹ എന്ന തോട്ടം അബൂ തുല്ല റളിയല്ലാഹു അൻഹു പ്രവാചകന് കാഴ്ചവെക്കുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് റബ്ബിന് ചെലവാക്കാതെ സ്വർഗം കിട്ടില്ല, പുണ്യം കിട്ടില്ല എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ അബൂ തുല്ല റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തു എന്ന് പറയുന്നു, പ്രവാചകരെ, എന്റെ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സമ്പാദ്യം ബൈറുഹ എന്ന് വിളിക്കുന്ന തോട്ടമാണ്. ഇതാ പ്രവാചകരെ, നാളത്തെ നന്മയ്ക്ക് വേണ്ടി, നാളത്തെ ഡിപ്പോസിറ്റ് എന്ന നിലയിൽ ഞാനിതാ അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു. സമ്പത്തിനേക്കാൾ അധികമായി അവർ റബ്ബിനെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഉമ്മ നിരാഹാരം പ്രഖ്യാപിച്ചു. ഇനി ഭക്ഷണം കഴിക്കില്ല, മുഹമ്മദിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറാതെ ഒരിക്കലും ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് ശപഥം ചെയ്ത ഉമ്മയുടെ മുഖത്ത് നോക്കി സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെയും ആദർശത്തെ ഉൾക്കൊണ്ടതിന്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ 100 തവണ എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പിടഞ്ഞു മരിച്ചാലും ഈ ആദർശത്തെയോ മുഹമ്മദ് നബിയെയോ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സഹാബിമാർ. സഹോദരങ്ങളെ, ഇതാണ് ആദർശബോധം. നമുക്കതുണ്ടോ?
പെരുന്നാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത യൗമുൻ നഹ്റാണ്, അറവിന്റെ ദിവസം. അന്ന് പോലും ആ ബലികർമ്മം ചെയ്യാൻ കഴിയാതെ നമ്മൾ മാറ്റിവെച്ചില്ലേ യൗമുൻ നഹർ? ബലികർമ്മം ചെയ്യേണ്ട ദിവസമാണ്. നമുക്ക് അതിനേക്കാളും വലുത്, അതിനേക്കാൾ അപ്പുറമുള്ളതാണ്. കുറ്റപ്പെടുത്താനല്ല, ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഈ ദുനിയാവിലെ ഏറ്റവും പവിത്രമായ ദിവസമെന്ന് വിശുദ്ധ വചനങ്ങൾ പഠിപ്പിച്ച ആ ദിവസത്തിലെ പുണ്യം, ആ ത്യാഗം ഉൾക്കൊള്ളാൻ പോലും നമ്മൾ തയ്യാറുണ്ടോ? നമുക്ക് ഈ പറഞ്ഞ 8 വസ്തുക്കളെക്കാൾ ഉപരിയായി അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ ആദർശത്തെയും നമ്മൾ ഉൾക്കൊണ്ടോ? ഫറോവ ചക്രവർത്തിയിൽ വിശ്വസിച്ച ദുർബലരായിട്ടുള്ള വിശ്വാസികൾ, ആ വിശ്വാസികളോട് സ്വേച്ഛാധിപതിയായ ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഫറോവ പറഞ്ഞു, വല ഉക്കത്തിയന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നകും ഫീ ജിസ്ഇൻ നഖിൽ അജ്മഈൻ. നിങ്ങളുടെ കൈകാലുകൾ വിഭിന്നമായി മുറിച്ചുകൊണ്ട് ഈത്തപ്പന തടികളിൽ ഞാൻ നിങ്ങളെ ക്രൂശിക്കുമെന്ന് പ്രഖ്യാപിച്ച ഫറോവ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ദുർബലരായ വിശ്വാസികൾ പറഞ്ഞു, ഫഖ്ലീമാ അൻത ബിഖാദി, നീ ഒരു ജഡ്ജിയാണെങ്കിൽ, നീ ഒരു വിധികർത്താവാണെങ്കിൽ നീ അങ്ങ് വിധിച്ചുകൊള്ളുക. ഇന്നമാ തഖ്ലീ ആദിഹിൽ ഹയാത്തി ദുനിയ, എടോ തനിക്ക് ഈ ദുനിയാവിലല്ലേ വിധിക്കാൻ കഴിയുള്ളൂ, ഈ ദുനിയാവിനപ്പുറമുള്ള പാരത്രിക സുഖമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഫറോവയുടെ മുഖത്ത് നോക്കി പറയാൻ എന്താ പ്രചോദനം? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ നമ്മൾ മുഴക്കിയത്, അല്ലാഹു അക്ബർ നമ്മൾ മുഴക്കി, നമ്മള് തക്ബീർ ഇനി മുഴക്കുന്നില്ല. അതിന്റെ അത് ഉൾക്കൊള്ളണം നമ്മള്. ഇന്ന് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമ്മൾ അല്ലാഹു അക്ബർ കേൾക്കുന്നുണ്ട്. യുഗങ്ങളുടെ ത്യാഗത്തിന്റെ മണമുണ്ട് ഈ അല്ലാഹു അക്ബറിന്. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രം കിട്ടിയിട്ടും പ്രബോധന ദൗത്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകാതെ ഒഴുക്കിനെതിരെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നീന്താൻ എന്താണ് പ്രേരകമായത്? അല്ലാഹു അക്ബറാണ്, അല്ലാഹു അക്ബറാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം, അവർ സ്ത്രീകൾക്ക് പകരമായി പുരുഷന് വികാര ശമനത്തിനു വേണ്ടി അവർ സമീപിച്ചു. ആ സമൂഹത്തിന് അല്ലാഹുവിന്റെ കടുത്തമായ ശിക്ഷ വന്ന് ഇന്നുകൊണ്ട് ആധുനിക സമൂഹം മനസ്സിലാക്കണം, ഫ്രീ സെക്സിന്റെയും അതുപോലെ തന്നെ ഒത്തഴിഞ്ഞ ജീവിതത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കണം, അല്ലാഹു നിശ്ചയിച്ച ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് വിരുദ്ധമായി ആരെങ്കിലും ചെയ്താൽ വിളിച്ചു പറയുന്നു, ഒരു മത്സ്യം പോലും വളരില്ല, ഒരു ജീവനുള്ള വസ്തുക്കൾ പോലും വളരില്ല. മാത്രമല്ല അതിലേക്ക് ഒരാൾ കിടന്നാൽ പോലും താഴ്ന്നു പോകാൻ കഴിയാത്ത വിധം എല്ലാവർക്കും പാഠമായിട്ടുള്ള ആ ഡെഡ് സീ ലൂത്ത് നബിയോട് സമൂഹത്തോട് പറഞ്ഞു, നാടുവിടണം, നാടുവിടണം. തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ, അല്ലെ തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ രാത്രിക്ക് രാത്രി നാടുവിടണം. ഉണ്ടാക്കിയ സമ്പത്തും സമ്പാദ്യവും വീടും എല്ലാം ഉപേക്ഷിച്ച് നാടുവിടണമെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് പ്രചോദനം നൽകിയത് അല്ലാഹു അക്ബറാണ്, അല്ലാഹു അക്ബറാണ്. ഈ അല്ലാഹു അക്ബറിന്റെ പേരിൽ 10-15 ദിവസം ബീഫ് തിന്നല്ലാതെ എന്ത് മാറ്റമാണ്, എന്ത് ആദർശ ബോധമാണ് സഹോദരങ്ങളെ നമുക്കുള്ളത്? നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നമ്മൾ റബ്ബിനെ അല്ലാതെ ഇന്ന് നമ്മൾ പലതിനെയും പേടിക്കുക. ജാറങ്ങളെയും പ്രതിമകളെയും പ്രതിഷ്ഠകളെയും ഖബറുകളെയും ദിവ്യന്മാരെയും തങ്ങന്മാരെയും ജിന്നുകളെയും ചൈത്താന്മാരെയും ഒക്കെ നമ്മൾ പേടിക്കുക. അല്ലാഹു അല്ലാത്ത മുഴുവൻ ആളുകളെ ഒരാളുടെ ആക്ഷേപവും അവർ പേടിക്കൂലെന്ന, ഒരാളും പേടിക്കൂലെന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. ഒരാളില്ലട്ടോ സപ്പോർട്ട് ചെയ്യാന്, ഇബ്രാഹിം നബിന്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായില്ല. ഒരു സമൂഹം എന്ന് വിശേഷിച്ച ഇബ്രാഹിം നബി ആ സമൂഹത്തോട്
ബിംബാരാധകരായ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്റെ ശത്രുക്കളാണ്, ഇല്ലാ റബ്ബൽ ആലമീൻ, എന്റെ റബ്ബും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിഷ്ഠകളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സകല വസ്തുക്കളും എന്റെ ശത്രുവാണ്. അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ചത് എന്റെ റബ്ബാണ്. വഹുവ യഹ്ദീൻ, എന്നെ ഹിദായത്തിലാക്കിയത് എന്റെ റബ്ബാണ്. വല്ലദീ യുത്ഇമുനി, എനിക്ക് അന്നം തരുന്നത് എന്റെ റബ്ബാണ്. വയസ്കീൻ, എനിക്ക് വെള്ളം തരുന്നത് എന്റെ റബ്ബാണ്. വഇദാ മരിതു ഫവയസ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്റെ രോഗം സുഖപ്പെടുത്തുന്നത് റബ്ബാണ്. വല്ലദീ യുമീതുനി, എന്നെ മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. സുമ്മ യുഹീൻ, പിന്നെ ജീവൻ നൽകുന്ന അല്ലാഹുവാണ്. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ കൊല്ലാൻ പറ്റൂല. തെളിയിച്ചില്ലേ? അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അവിടെയുള്ള മുഴുവൻ ആളുകളും ഇബ്രാഹിം നബിയെ ചുട്ടുകരിക്കണമെന്ന് വിചാരിച്ച് നടന്നോ? ഇല്ല. ഇന്നിപ്പോ ഞാൻ എന്റെ ആദർശം പറഞ്ഞാൽ എന്റെ മാളിൽ ഒറ്റപ്പെടും. ഞാൻ എന്റെ പുയ്യാപ്പിളായിട്ടാണ് കയറി വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ആദർശമെങ്ങാനും എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യ വീട്ടിൽ പറഞ്ഞാൽ എനിക്ക് പലതും നഷ്ടപ്പെടുന്നു വിചാരിച്ച് ആദർശം പറയാത്ത ആളുകൾ, നമ്മൾ ഹിദായത്താണെന്ന് മനസ്സിലാക്കിയിട്ടും സ്വന്തം ഭാര്യയെ ആ ഹിദായത്തിന്റെ മാർഗത്തിലേക്കും പള്ളിയിലേക്കും വിളിച്ചിട്ട് വരാൻ കഴിയാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്? ആലോചിക്കണം. നമ്മൾ ചിന്തിക്കണം. ജാറങ്ങളെയും മക്ബറകളെയും ബഹുദൈവ വിശ്വാസികളെയും ഊത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളത്തില് ജാറം അറ്റാച്ച്ഡ് ഇവിടുന്ന് വിട്ടാണ്ടല്ല, ഇവിടുന്നാണ് തെക്ക് ഭാഗത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം വരണമായി ജാറം അറ്റാച്ച്ഡ് മസ്ജിദ. പള്ളിന്റെ പിന്നെ മുമ്പ് തന്നെ ജാറുണ്ടാവും. അവിടെ വിരിക്കാനും ചന്ദനത്തിരിയും ജാറം മൂടാനും എല്ലാ സംവിധാനം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കരുത്, കബറ് കെട്ടി ഉയർത്തരുത്, അവിടെ വിളക്ക് കത്തിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നടക്കുന്നില്ലേ? ഖുറാഫാത്തിന്റെ കേന്ദ്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ ബിംബങ്ങളെയും തട്ടി നിരത്തി ഏകനായ അജയ്യനായ ഊണില്ലാത്ത ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത ഒടുക്കമില്ലാത്ത റബ്ബിനെ ആരാധിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കണം. മക്ക വിജയിച്ചടക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴിൽ ആ അറേബ്യ സാമ്രാജ്യം വന്നപ്പോഴേ സ്വന്തം മരുമകനെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാ തദഅ തിംസാരൻ ഇല്ലാ തമസ്തഹു വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതു. നാട്ടിയ ഒരു വിഗ്രഹത്തെയും അതുപോലെ ഉയർത്തിയ ഒരു ഖബറിനെയും തട്ടി നിരത്താതെ തിരിച്ചു വരാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചു ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മക്കയിലും മദീനയിലും ഒക്കെ പോയ ആളുകൾക്ക് അറിയാം, ബഖീ സന്ദർശിച്ച ആളുകൾക്ക് അറിയാം, ഒരു ചാളിലധികമായി ഒരു കല്ലിങ്ങനെ പൊന്തിട്ടാണ് ഖബർസ്ഥാനില്. ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരിക, ചെല്ലിങ്ങനെ നീണ്ടു പോവുക. ഒരു അമ്പ് കണ്ടാൽ പോലും ജാറുമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു ജനസമൂഹം. ഒരു അമ്പിന് പൊന്തിയാൽ മതി, ആരാധിക്കുക. നീണ്ടിങ്ങനെ പോവുക. നിങ്ങളുടെ കളി 3-4 കിലോമീറ്റർ വരെ നീളമുള്ള ജാറങ്ങള്. മരങ്ങൾ ആരാധിക്കുക, കല്ലുകൾ ആരാധിക്കുക, സർപ്പങ്ങൾ ആരാധിക്കുക, കല്ലുകളുടെ കാഞ്ഞിരക്കുട്ടി മുതൽ മുള്ളുമുതൽ മൂർഖൻ പാമ്പ് വരെ ഇന്ന് ആരാധ്യ വസ്തുക്കളാ. ഇതെല്ലാം ഒഴിവാക്കി ഏകനായ റബ്ബിലേക്ക് വരണം. നമ്മൾ തൗഹീദ് പറയണമെങ്കിൽ ആദ്യമായി നമ്മുടെ മനസ്സിൽ നിന്ന് സകല വിഗ്രഹങ്ങളെയും തട്ടിമാറ്റണം. ലാ ഇലാഹ, ഒരു പടച്ചോനില്ല. ആദ്യം പറയേണ്ട അതാ. നമ്മുടെ മനസ്സിൽ നിന്ന് 1000 കുട്ടി ദൈവങ്ങളെ തട്ടിമാറ്റി ആ സ്ഥാനത്ത് ഏകനായ അജയ്യനായ ഊണില്ലാത്ത ഉറക്കമില്ലാത്ത മാറ്റമില്ലാത്ത ഒടുക്കമില്ലാത്ത ആ റബ്ബിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇബ്രാഹിം നബി കാണിച്ച മഹിതമായ ആ മാതൃക പിൻപറ്റി ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം കഴിഞ്ഞ പെരുന്നാള് നമ്മിൽ ഉണ്ടാകട്ടെ. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. എനിക്ക് ദീനാണോ വലുത് അല്ല ദുനിയാവാണോ? ചില ആൾക്കാർ ദീനുൽ ഇസ്ലാമിന്റെ പേര്, ചില ആൾക്കാർ ദീനുൽ ഇസ്ലാമാ. എങ്ങനെ ഇസ്ലാമിന് തിന്നാൻ പറ്റുന്ന ആലോചിച്ച. മരിച്ചാലും ജീവിച്ചാലും തീറ്റ. ആലോചിച്ച് ജനിച്ചാൽ തീറ്റ വേണം, മരിച്ചാലും തീറ്റണം. കണ്ണൂക്കേറെന്താ? മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കണ്ണ് പുറത്തേക്ക് ചാടുന്നത് ഇവിടെ പായസം. അല്ലെ? മരിച്ചാലും ജീവിച്ചാലും ഈ ദീനുൽ ഇസ്ലാമിനെ
ദീനുൽ ഇസ്ലാമാക്കി മാറ്റുന്നു. ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെ തിന്നാനാവില്ല. സഹോദരങ്ങളെ, ഇസ്ലാമിലേക്ക് കടന്നു വരിക, ആദർശബോധത്തിലേക്ക് വരിക. മില്ലത്തി അബീന ഇബ്രാഹിം, നമ്മുടെ പിതാവായ